ഹരിതഭംഗി നിറഞ്ഞ വിശാലമായ വയലേലകളും തോടുകളുമൊക്കെയുള്ള പ്രകൃതി രമണീയമായ ഗ്രാമം. വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമായി ശാന്തമായ ഗ്രാമീണ സൗന്ദര്യത്തിൽ നിലകൊള്ളുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും, ഗീവർഗീസ് സഹോദരരുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം തേടി വിശ്വാസികളെത്തുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചും, പരമ്പരാഗതമായ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന മുസ്ലിം ജമാഅത്ത് പള്ളിയും, ശ്രീ ധർമ്മശാസ്താവ് പ്രധാന പ്രതിഷ്ഠയായ പൂവത്തൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും, പള്ളിപ്പുറം ശ്രീ ഭദ്രകാളി ക്ഷേത്രവും ഒക്കെ ഉൾപ്പെടുന്ന മനോഹരമായ നാട്ടിൻപുറം. ഈ നാടിന് അഭിമാനമായി 7 പതിറ്റാണ്ടിലേറെക്കാലമായി കുട്ടികളിൽ നന്മയുടെയും സൗഹൃദത്തിൻ്റെയും വിശാലമായ ആകാശം തുറന്നിട്ട വിദ്യാലയം. ഇത് പഴയ വിദ്യാലയത്തിൻ്റെ ചിത്രമാണ്. പുതിയ കാലത്തിനൊപ്പം പുതിയ മുഖവുമായി കണ്ണനാകുഴി ഗവൺമെൻറ് LP സ്കൂൾ. എത്രയോ തലമുറകൾക്ക് അറിവിൻ്റെ തീർത്ഥജലം പകർന്നു നൽകിയ സരസ്വതി ക്ഷേത്രം. സമൂഹത്തിൻ്റെ പല തലങ്ങളിൽ മാതൃകാപരമായി കഴിവുകൾ തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്ത്. അവരിൽ പലരെയും പോലെ ഓർമ്മകളുടെ പായൽ പടവുകൾ ഇറങ്ങി ഈ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥിയും അമേരിക്കയിൽ അഭിഭാഷകനും സാഹിത്യകാരനും സർവോപരി 127 രാജ്യങ്ങൾ സന്ദർശിച്ച ലോകസഞ്ചാരിയുമായ ശ്രീ മുരളി ജെ നായർ. അദ്ദേഹം പ്രധാന അധ്യാപകനായ ജയദേവൻ സാറുമായും പുതിയ തലമുറയിലെ കുട്ടികളുമായും പങ്കിട്ട നിമിഷങ്ങളും, കൂടാതെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ചരിത്ര അധ്യാപകനുമായ ശ്രീ രാജേഷ് വള്ളികുന്നുമായി നടത്തിയ അഭിമുഖ സംഭാഷണവും. എന്ന് പറഞ്ഞാൽ കണ്ണനാകുഴി എന്ന് പറയുമ്പോൾ താമരക്കുളം പഞ്ചായത്തിന്റെ 1, 2, 3 വാർഡുകളാണ്. ഈ 3 വാർഡുകളെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് നമ്മുടെ സ്കൂളിന്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമുദായ സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ ഒന്നു ചേർന്നുകൊണ്ട് കളക്ട് ചെയ്ത ആ ഓരോരുത്തരുടെയും നാണയത്തുട്ടുകൾ, ഇപ്പം നാണയത്തുട്ടുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, നോട്ടുകളാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ സ്കൂളിൻ്റെ അവസ്ഥയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയതാണ്. അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് എൻ്റെ ജീവിതത്തിലും എനിക്ക് പറയാൻ പറ്റുന്നു. എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കും അഭിമാനമുണ്ട്. ഇത് 2018 മറ്റും ഇറങ്ങിയാണിത്. അപ്പോൾ നമ്മുടെ വേണു കുവൈറ്റിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് വേണമെന്ന്. അപ്പോൾ ഞാനങ്ങ് മറന്നുപോയായിരുന്നു. പിന്നെ പുള്ളിനെ വീണ്ടും ഓർമ്മിച്ചതിന് ശേഷമാണ് ഞാനത് എഴുതിയത്. അപ്പം സ്കൂളിനകത്ത് എന്തിനെ പറ്റി എഴുതണമെന്നുള്ളതായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. കാരണം സ്കൂളിനെ പറ്റി എല്ലാവരും എഴുതും, സ്കൂളിനെ പറ്റിയും അധ്യാപകരെ പറ്റിയും അന്നത്തെ ഇല്ലായ്മയെ പറ്റിയൊക്കെ എല്ലാവരും എഴുതുന്ന ഒരു സാധാരണ സബ്ജക്റ്റാണ്. എനിക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതണം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ചുറ്റും കാടായിരുന്നു, അതായത് 2 സൈഡിൽ കാടുകളായിരുന്നു, മാത്തൂക്കാവ്. അങ്ങനെ ഈ അധ്യാപകർ പറയുന്ന കഥകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. യക്ഷികളെന്ന് പറഞ്ഞാൽ വളരെ സുന്ദരികളാണ്, അവർക്ക് നിലത്തെഴുതുന്ന മുടിയുണ്ട്, അതുപോലെ തന്നെ ബാക്ക് പൊള്ളയാണ്, പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് മനുഷ്യ രക്തമാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അവർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിലുണ്ട് ഇങ്ങനെ. അപ്പം അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം പെട്ടെന്ന് ഒരു വാർത്ത എത്തി. നമ്മളെല്ലാം പുറത്ത് കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. 2 പേര് യക്ഷിയെ കണ്ടുവന്ന് ബോധം കെട്ട് വീണു. 2 പെൺകുട്ടികൾ യക്ഷിയെ കണ്ടിട്ട് വന്ന് ബോധം കെട്ട് വീണിരിക്കുകയാണ്. എന്നിട്ട് അവർ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞ് ബോധം വന്നവർ പറഞ്ഞ് ഈ ടീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന മാതിരി തന്നെ ഉള്ള ഒരു വിവരണമാണ്. അപ്പോൾ ഒന്നുകൂടെ അപ്പോൾ യക്ഷിയെ പറ്റിയുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു പനി വന്നപ്പോൾ ഞാൻ ഈ സ്വപ്നം കാണുന്ന മുഴുക്കെ യക്ഷിയെ അറുവലയൊക്കെയാണ്. അറുവല എന്ന് പറഞ്ഞാൽ തൂവെള്ളം അറിവായിരിക്കും, ആർക്കും കാണാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത്. പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു ഓർമ്മക്കുറിപ്പ് ആണ് ഞാൻ എഴുതിയത്. അതാണ് പബ്ലിഷ് ചെയ്തത്. സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ NSS കരയാൻ നിൽക്കുന്നതിന് ഇപ്പുറത്തായിട്ട് ഒരു മരം ഉണ്ടായിരുന്നു. ഒരേ മൂട്ടില് ഒരു ആലും മാവും. പാൽമാവ് എന്നാണ് ഞാൻ ആൾക്കാർ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും സാറേ വള്ളുന്ന ഭാഗത്തൂടെ. അപ്പോൾ അത് ഞാൻ എന്നിട്ട് VJ ജെയിംസിന്റെ ഒരു പുസ്തകമുണ്ട്, നിരീശ്വരൻ. അതിനകത്ത് ഇതുപോലെ മരത്തെ പേര് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇവിടെ. പക്ഷെ യക്ഷികളുടെ അറിവുകളുടെയും കഥ എന്ന് പറയുന്നത് നമ്മുടെ കുറെ കാലം നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്ത ഒരു സംഭവമാണ്.
ഇവിടെ പഠിച്ചവരെല്ലാം പഠിച്ച ഈ പഠിച്ചവർക്ക് എല്ലാവരും പഴയ യക്ഷിയുടെ ഓർമ്മ കൂടി ഉണ്ടല്ലേ? ഒരു തൊഴിലിനും ഒരു പ്രത്യേക മഹത്വമില്ല. എല്ലാ തൊഴിലും മഹത്തരമാണ്. ഒരു അധ്യാപകനേക്കാൾ ഒട്ടും പിന്നെ കുറഞ്ഞ ആളല്ല ബസ് കണ്ടക്ടർ. ഒരു ബസ് കണ്ടക്ടറേക്കാൾ ഒട്ടും കൂടിയ ആളല്ല ഡോക്ടർ. അവരെല്ലാം സമൂഹത്തിൽ ചെയ്യുന്ന അവരുടെ സേവനമാണ് അല്ലേ? അപ്പോൾ അല്ല ചിലർക്ക് പിന്നെ ഈ ക്രിക്കറ്റർ ആവാനായിരിക്കും, വിരാട് കോഹ്ലിയെ പോലെയോ അല്ലെങ്കിൽ MS ധോണിയെ പോലെയുള്ള ക്രിക്കറ്റർ, അല്ലെങ്കിൽ PT ഉഷയെ പോലെയോ ഉള്ള ഒരു അത്ലറ്റ് ഒക്കെ ആകാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ കൽപ്പന ചൗളയെ പോലുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി. എന്താകാൻ ആഗ്രഹം? അറബിക് ടീച്ചർ. അത് ശരി. അറിവ് പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ ടീച്ചറിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. എന്നെ കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? നിങ്ങളുടെ വീടിന് തൊട്ട് കിഴക്കേ വീട്ടിലെ കവിത എന്ന് പറഞ്ഞ വീടുണ്ടായിരുന്നല്ലോ അവിടെ. അതായിരുന്നു എൻ്റെ വീട്. അപ്പോൾ ഏത് വിഷയത്തിലാണ് പ്രൊഫസറാകാൻ താല്പര്യം? മലയാളത്തിൽ. എന്താണ് കാരണം? മലയാളം ഭയങ്കര ഇഷ്ടമാണ്. മലയാളം സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? മലയാളത്തിൽ ഏത് ക്ലാസ്സിലാണെന്ന് പറഞ്ഞാൽ? 4ാം ക്ലാസ്സിലോ? മലയാളത്തിലെ എഴുത്തുകാരെ ആരെങ്കിലും അറിയാമോ? ആരുടെയും പേരറിയോ? ആരുടെയൊക്കെ പേരറിയാം? ONV, വയലോപ്പിള്ളി, ഇടശ്ശേരി, വയലാർ. ഇപ്പം നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം മാറിയെന്ന് വരും. അതിനകത്തൊരു തെറ്റുമില്ല. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണ് അതിനായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഇപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ പറയാം, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കൈ വെക്കണം. ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അത് ആകാൻ എനിക്ക് കഴിയും. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാകാൻ എനിക്ക് കഴിയുമെന്ന് ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പ്രതിജ്ഞ ചെയ്യണം. കണ്ണാടി നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റാതെ ഏറ്റവും നല്ലതാണ്. നിങ്ങളോട് തന്നെ പറയുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ കഴിയും. കാരണം അതിനുള്ള നിങ്ങളുടെ മുഖത്ത് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്ത് ആ പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശം വരുന്നത് ഉള്ളിലുള്ള ശക്തി എന്നാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ കഴിവ്. അതിനെ നിങ്ങളെ സഹായിക്കാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ. പഠിച്ച ആദ്യത്തെ വിദ്യാലയം, പ്രാഥമിക വിദ്യാലയത്തിലേക്ക് മടങ്ങി വരുമ്പോഴൊരു വികാരമുണ്ട് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ. എന്ത് പറയും? പഠിച്ച സ്കൂളായാലും നമ്മൾ താമസിച്ച വീടായാലും അവിടേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളത് 2 രീതിയിലാണ് നമ്മളത് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ്. രണ്ടാമത് എൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അംശമുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഈ സ്കൂൾ കെട്ടിടം ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രൈമറി സ്കൂള്, ആ പഴയ സ്കൂൾ കെട്ടിടം, ഞാനിരുന്ന് പഠിച്ച ബെഞ്ച്, അത് 5ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചാണ്. പണ്ട് ഒറ്റ ബിൽഡിംഗ് ആയിട്ടുള്ള. അതെ. അന്ന് പിന്നെ അന്നത്തെ രീതി ഇന്നത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇരുന്ന് പഠിച്ച ആ സ്കൂളോ അല്ലെങ്കിൽ ആ കെട്ടിടമോ അല്ല. അപ്പോൾ ഭൗതികമായിട്ട് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് പുതിയതാണ്. ഇതല്ല ഞാൻ മിസ് ചെയ്യുന്നത്. ഞാൻ മിസ് ചെയ്യുന്നത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ കെട്ടിടവും അന്നത്തെ ആ ബെഞ്ചും, അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ആത്മീയമായ ഒരു തലമുണ്ട്. നമ്മൾ പഠിച്ച സ്കൂളിനൂടെ നമ്മൾക്കൊരു ആത്മബന്ധമുണ്ട്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിന് അല്ലെ കോളേജിന് അല്ലെ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിൽ വാക്കുണ്ട്, അൽമാ മേറ്റർ. അതൊരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം നറിഷിങ് മദർ എന്നാണ് അർത്ഥം. അത് കൂടുതലും ഈ യൂണിവേഴ്സിറ്റികളെ പറ്റി പറയാൻ ഉദ്ദേശിക്കും. നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് എല്ലാ സ്കൂളുകൾക്കും ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ കലാലയങ്ങളും വിദ്യാലയങ്ങളും നമ്മളെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ നർച്ചർ ചെയ്യുകയാണ്. നമ്മുടെ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താകുന്നോ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, ആ വിട്ട് മുളയ്ക്കുന്നത് ആദ്യം മുതൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ ഗ്രഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ഈ സ്കൂളിലേക്ക് വീണ്ടും വരിക എന്നുള്ളത്. സാർ പറഞ്ഞത് ഈ ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഓർമ്മ ഈ സ്കൂളല്ല പഴയ കെട്ടിടമാണെന്ന് പറയും. അപ്പോൾ ഈ എത്രമാത്രം മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ പ്രൈമറി വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ എത്രമാത്രം മാറി? അത് പിന്നെ ഞാൻ ഇവിടുന്ന് 5ാം ക്ലാസ് പാസ്സായി പോയത് 1967-ലാണ്. അപ്പോൾ കഴിഞ്ഞ 59 വർഷക്കാലം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നമുക്കത് വിവരിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇവിടെ പഠിച്ചിരുന്ന ഇപ്പോൾ ഈ കുട്ടികളെ നോക്കുമ്പോഴെനിക്ക് മനസ്സിലായി, അന്ന് പഠിച്ചിരുന്ന എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ പാവപ്പെട്ട എന്താ പറയുന്നത്, പട്ടിണി പാവങ്ങളുടെ മക്കളായിരുന്നു ഇവിടെ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ട് മാത്രം ഒരാഴ്ച ചെയ്യുക. അതുപോലെ തന്നെ ഷർട്ടിടാത്ത കുട്ടികൾ വരുമായിരുന്നു സ്കൂളിൽ. ഷർട്ടിടാത്ത കുട്ടികൾ കീറിപ്പറിഞ്ഞ പിന്നെ തുണി വസ്ത്രമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യം കണ്ടാൽ തന്നെ അറിയാം, നല്ല ആരോഗ്യമുള്ള കുട്ടികളാണല്ലോ. നമ്മുടെ ഭക്ഷണമൊക്കെ ബിരിയാണിയും മറ്റും വളരെ പിന്നെ വേറൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ സ്കൂളിൽ വരാനുള്ള ഒരു പ്രധാന ആകർഷണം പഠിത്തമായിരുന്നില്ല, ഉച്ചയ്ക്ക് കിട്ടുന്ന ഉപ്പുമാവും പാലുമായിരുന്നു. അത് ചില വീടുകളിലൊക്കെ ഈ എന്താ പറയുക, പശുവും അല്ലെങ്കിൽ പിന്നെ പാല് കിട്ടാൻ മാർഗമില്ലാത്ത വീടുകളിലൊക്കെ ഇവിടെ ഉച്ചയ്ക്ക് കിട്ടുന്ന പാലായിരുന്നു അവർ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അതായത് പാല് കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പുമാവ് നീ തിന്നു, പക്ഷെ പാല് വീട്ടിൽ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെയുള്ള ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പാവപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന ആളുകളുടെ മക്കളാണ് ഇവിടെ പഠിച്ചിരുന്നത്. എന്താണ് ഈ അമേരിക്കൻ ഉപ്പുമാവ് എന്നൊക്കെ പറയുന്നത്? അമേരിക്കയുടെ കെയർ പ്രോഗ്രാം, അതിൽ നിന്നാണ് അന്ന് അമേരിക്കൻ വന്നിരുന്നത്. ഉപ്പുമാവും പാലും അതിനുള്ള ബാക്കിയുള്ള എന്താണ് പറയുക, നെയ്യും എല്ലാം വന്നിരുന്നത് അവിടെ നിന്നാണ്. പിന്നെ അവിടുന്ന് പിന്നെ അമേരിക്കയിലെ കോടതി വരെ നമുക്ക് എത്താൻ കഴിഞ്ഞു അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഒരു രേഖീയമായ രീതിയിൽ A to B to C അങ്ങനെയല്ല എൻ്റെ ജീവിതം പോയിട്ടുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. അങ്ങനെ പല സംഭവങ്ങളിൽ കൂടെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അതൊന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. സൗദി എന്ന് പറയുമ്പോഴേ സാർ ഈ നാട്ടിൽ ആദ്യകാല പ്രവാസിയാണ്. അപ്പോൾ നമ്മുടെ ഈ ടെലിവിഷൻ പോലും ഇല്ല, നമ്മൾ പുറം ലോകം എന്താണെന്ന് TV-യിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു കാലത്ത് പെട്ടെന്ന് നമ്മൾ പ്രവാസിയായിട്ട് അവിടേക്ക് പോകുന്നത്. അന്ന് ഇതുപോലെ എംബസിയുടെ സർവീസിലൊക്കെ പരിമിതമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പുതിയ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ആ ലോകവുമായിട്ട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അക്കാലഘട്ടത്തിലെ കാര്യം ഇന്ന് പോകുന്ന രീതിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 60-കളിൽ നമ്മൾ ഉൾഗ്രാമങ്ങളിൽ നിന്നൊരു പെട്ടെന്ന് സൗദി പോലൊരു സ്ഥലത്ത് എത്തപ്പെടുന്ന ഒരാൾക്ക് എന്തൊക്കെ വെല്ലുവിളികൾ അന്നത്തെ പ്രവാസികൾ നേരിട്ടത്? സ്ട്രിക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഗ്രാമത്തിൽ നിന്ന് നേരെ സൗദിയിലേക്ക് പോയ ആളല്ലല്ലോ. ഞാൻ ബോംബെയിലായിരുന്നു ഒരു 5-6 കൊല്ലം. അപ്പം ബോംബെയിലെ ജീവിതത്തിൽ ഒരു നല്ലൊരു എക്സ്പോഷർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കോസ്മോപൊളിറ്റൻ ലൈഫ് ഞാൻ കണ്ടതാണ് ബോംബെയിൽ. അതിനുശേഷമാണ് സൗദിയിൽ പോയത്. ഇവിടുന്ന് ബോംബെയിലേക്ക് പോയതാണ് നമ്മൾ കുഗ്രാമത്തിലെ ജീവിതത്തിൽ നിന്ന് ബോംബെയിലേക്ക് പോയത്. അന്ന് ഈ പറഞ്ഞ പോലെ TV ഒന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ TV സംപ്രേഷണം തുടങ്ങിയിട്ടേ ഇല്ലെന്ന്. പിന്നെ വീട്ടിൽ റേഡിയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഈ വായനയെ കൂടെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ കടനാവഴിക്ക് അപ്പുറമുള്ള ലോകം എങ്ങനെ ഇരിക്കും എന്നുള്ള ഐഡിയ ഉണ്ട്. ഇത് വായന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ വാതായനം തുറക്കുന്നത് ലോകത്തേക്ക്. അപ്പം ബോംബെ ചെന്നപ്പം ഒരു കൾച്ചറൽ ഷോക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ രക്ഷപ്പെട്ടു പോവാണ്, ജീവിക്കാൻ വേണ്ടി ജീവമാർഗത്തിന് പോകും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തയില്ല. നമ്മൾ നമ്മൾ 2 കാലം നിൽക്കും, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും, വീടിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും, ഇതൊക്കെ നമ്മുടെ മനസ്സിലാവും. അപ്പം നമുക്ക് ഗൃഹാതുരത്വത്തിനുള്ള സമയമില്ല. എന്താണ് കപ്പയും മീനും മിസ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും നമ്മൾ കരുപ്പിടിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ബോംബെയോട് എനിക്കൊരു പ്രത്യേക ഒരു മമതയുണ്ട്. ബോംബെയിലാണ് ഞാൻ ജീവിതം കണ്ടത്. ബോംബെയിലെ 6 കൊല്ലം ജീവിതമാണ് എന്നെ ഞാനാക്കിയതെന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇപ്പോഴും ഞാൻ പുറത്തുനിന്ന്, എസ്പെഷ്യലി സൗദി അറേബ്യ ഒരു 11 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അന്ന് ബോംബെ വഴിയാണ് വരുന്നത്. ബോംബെയിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് നാട്ടിലെത്തിയെന്നൊരു തോന്നൽ വരുന്നത്. കേരളത്തിനേക്കാൾ എനിക്ക് ബോംബെയിൽ എത്തുമ്പോഴാണ് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ നാട്ടിലെത്തി എന്നുള്ളത്. കാരണം നാട്ടിൽ നിന്ന് 12ാമത്തെ വയസ്സിൽ പോയ ആളാണ്. അപ്പം നാടിനേക്കാൾ കൂടുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ബോംബെയോടായിരുന്നു. ബോംബെക്ക് അങ്ങനെ ഒരു മാഗ്നറ്റിസം ഉണ്ട്. അപ്പം ഈ ലൈഫെല്ലാം കണ്ടിട്ട് സൗദി അറേബ്യയിൽ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ മലയാളികൾ പോയി സിലോണിലാണ്, ബർമ്മ, സിലോണ്, സിംഗപ്പൂർ, പിന്നീട് ഗൾഫിലേക്ക് പോകും. ഇവിടെ ഒക്കെ പോകുമ്പോഴും ഈ പോകുന്നവരുടെ മനസ്സിലൊരു ചിന്ത എന്ന് പറയുന്നത് അവിടേക്ക് പോകണം, കുറച്ച് ഏൺ ചെയ്യണം, സമ്പാദിക്കണം, തിരികെ നാട്ടിൽ വരണം, ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഇപ്പോൾ ഈ 2000-ന് ശേഷം, എനിക്ക് 2005-നൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു, ഞാനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ +2 കഴിഞ്ഞവർ പുറത്തേക്ക് പോവുക. അത് പഠിക്കാനാണ്. പഠിച്ചിട്ട് അവർ അവിടെ തന്നെ ജോലി നേടിയിട്ട് അവർ അവിടെ സെറ്റിൽ ചെയ്യുകയാണ്. ഇവിടുന്ന് പോകുമ്പോഴേ അവൻ്റെ ലക്ഷ്യം പഠനമല്ല, സെറ്റിൽമെൻ്റാണ്. ഒരിക്കലും തിരികെ വരാതിരിക്കലാണ്. എന്താണ് ഇങ്ങനെ പുതിയ തലമുറയുടെ പ്രവാസം ആ രീതിയിലേക്ക് മാറുന്നത്? പക്ഷേ പുറം ലോകത്തുള്ള ജീവിത സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറവായതുകൊണ്ടാണ്,
അതോ ഒരു പുതിയ ജനറേഷൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡാണ്? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? സാർ ഈ പ്രവാസത്തിലുടനീളം തുടർന്ന ഒരാളാണ്, ആ കാലത്തും ഇന്നും പ്രവാസിയാണ്. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയും ആയിരിക്കും അതിനൊരു കാരണം. അതായത് ഇതിന് എഗെയിൻ ഒന്നിലധികം തലങ്ങളുണ്ട് ഈ പറഞ്ഞ ഈ ചോദ്യത്തിന്. ഈ സിലോണിലും മലേഷ്യയിലും ഇങ്ങനല്ലേ പറഞ്ഞത്, ഒക്കെ ബർമയിലും സിംഗപ്പൂരും ഒക്കെ പോയ ആളുകൾ എന്ന് പറയുന്നത്, ഇവിടെ അവർ ചില പ്രത്യേക ഫീൽഡിൽ അവർക്ക് സ്കിൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിരുന്നു അവർ. അപ്പോൾ ആ സ്കില്ലുകൾ മാത്രം മാർക്കറ്റ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വീട്ടിൽ വരാനായിരുന്നു അവർ പോയത്. അത് ഫാമിലിയെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്കായിരുന്നു പോയത്. ഇത് വലിയ വ്യത്യാസമുണ്ട് അവിടെ. ഇവർ പണ്ട് ആൾക്കാർ പട്ടാളത്തിൽ മിലിറ്ററി സർവീസിൽ പോകുന്ന മാതിരി തന്നെ ഇത് വ്യത്യാസമുള്ളത് സിലോണിലേക്ക് പോകണം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഫാമിലിയെ കൊണ്ടുപോകാതെ പോയി അവിടെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി തിരികെ വരിക. അപ്പോൾ അവരുടെ ആ അത്രയും പരിമിതമായിട്ടുള്ള ആ ഗോൾസേ അവർക്കന്നുള്ളൂ. അങ്ങനെ പോയവർ മിക്കവാറും പിന്നെ അവരുടെ ഒരു mid-20s അല്ലെങ്കിൽ വിവാഹശേഷമോ ഒക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. പക്ഷേ ഈ +2 കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ വളരെ വ്യത്യാസമാണ്. അവർ പുതിയ സ്കിൽസ് പഠിക്കാനാണ് പോകുന്നത്. അതായത് ആ സ്കിൽസിന് മാർക്കറ്റബിലിറ്റി ഉള്ളത് ആ രാജ്യത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറൽ ഒരു പ്രോഗ്രഷനാണ്. നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചു, അല്ലെങ്കിൽ യൂറോപ്പിൽ പഠിച്ചു, അവിടുന്ന് ഡിഗ്രി എടുത്തു, ആ ഡിഗ്രി പ്രയോഗിക്കാവുന്ന മേഖല ആ രാജ്യത്ത് തന്നെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈവൻ PhD ചെയ്ത ആൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ട്രെയിൻ ചെയ്ത ആ ഫീൽഡിലായിരിക്കില്ല അദ്ദേഹത്തിന് ജോലി കിട്ടുകയില്ല എപ്പോഴും. അപ്പോൾ നാച്ചുറലി അപ്പോൾ അവിടെ താമസിച്ച് ജോലി ചെയ്യാനും ഇഷ്ടം. ഇന്ന് മാത്രമല്ല, ജീവിതസാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കേരളം എത്ര നമ്പർ 1 ആണെന്ന് പറഞ്ഞാലും അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല വാസ്തവം. അത് ലോകം കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ. അപ്പോൾ എത്ര ആയാലും പിന്നെ മറ്റ് രാജ്യങ്ങൾ, ഈവൻ ഇന്ത്യയിലെ തന്നെ മറ്റ് മേജർ മെട്രോപൊളിറ്റൻ സിറ്റികളിലെയോ ജീവിത സാഹചര്യങ്ങളല്ല കേരളത്തിലുള്ളത്. ഈ അമ്പിളിമാമൻ എൻ്റെ വീടിന്റെ മുകളിലെ ആകാശത്താണ് ഉദിക്കാന്നൊരു പുതിയൊരു കാഴ്ചപ്പാട് അടുത്ത സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയൽക്കാരന്റെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ ഉള്ളൂ ആ ഒരു ധാരണ. ഏകദേശം അതുപോലെയാണല്ലേ? അത് നമ്മൾ അതായത് ഈ വായന വഴിയൊക്കെ ലോകത്തിൽ ഇപ്പം എസ്പെഷ്യലി സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വിരൽത്തുമ്പത്താണ് ലോകം മുഴുവൻ. അപ്പോൾ അതുമായിട്ട് കൂടുതൽ എന്താ പറയുക, താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാർക്ക് നമ്മുടെ രാജ്യം അല്ല വലുതെന്ന് അറിയാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് നമുക്കറിയാം അമേരിക്ക എന്താണെന്നും യൂറോപ്പ് എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ വേണ്ട രീതിയിൽ അതിനെ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ നാട് മാത്രമല്ല ലോകത്ത് ഇങ്ങനെയുള്ള കാര്യമായത് എന്നറിയാൻ പറ്റും. നമ്മുടെ ഈ മഹനീയ ഭൂതകാലം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ മഹനീയ ഭൂതകാലം എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കട്ടെ. അതിനെപ്പറ്റി പലരും ഞാനിങ്ങനെ തർക്കിക്കാറുള്ളതാണ്. നമ്മുടെ പണ്ടത്തെ ആ ഓലമേഞ്ഞ വീട്, അല്ലെങ്കിൽ ഓല കൊണ്ടുള്ള ചെറ്റ കൊണ്ടൊക്കെ അവിടെയൊക്കെ താമസിച്ചിരുന്നവർക്ക് എന്ത് സുരക്ഷിതത്വ അന്ന് തോന്നിയൊരു സുരക്ഷിതത്വ ബോധം വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ നല്ലതാണ് കോൺക്രീറ്റ് വീടുകൾ താമസിക്കുന്നത്. അല്ല, ആലോചിച്ചു ഒരു നൊസ്റ്റാൾജിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കൂളിന്റെ കാര്യം പറഞ്ഞില്ലേ, എലി അലമാരിക്കകത്ത് പുസ്തകങ്ങൾ കണ്ടത് എലി ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ എത്ര വ്യത്യാസമാണ് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ അല്ലേ. പിന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ. ഒരു കവിയെ പറ്റി, ആരെ പറ്റിയ ഏത് കവിയെ പറ്റി ഞാൻ മറന്നുപോയി. എനിക്കൊന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരെഴുതിയാണോ? അതെ, നാട്ടിൻപ്രധാനം നഗരം ദരിദ്രം. കുറ്റിപ്പുഴ എന്ന പേര് മാത്രമേ ഈ പേരിന്റെ ഒപ്പം കുറ്റിപ്പുഴ എന്ന സ്ഥലപ്പേരുണ്ട്. പക്ഷെ കുറ്റിപ്പുഴ ജീവിച്ചത് ഗ്രാമത്തിലല്ല, എറണാകുളം നഗരത്തിലാണ്. ആ എറണാകുളം നഗരത്തിൽ ജീവിച്ചത് കൊണ്ടാണ് കുറ്റിപ്പുഴ ഇങ്ങനെ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ കുറ്റിപ്പുഴയിൽ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ പറയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് യാഥാർത്ഥ്യമാണ്. അത് M.N. വിജയൻ അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. M.N. വിജയനാണ് ഈ മാറ്റർ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞത്. കുറ്റിപ്പുഴയിൽ താമസിച്ചിരുന്നുവെങ്കിൽ ഇവർ എഴുതുമായിരുന്നില്ല. എറണാകുളത്ത് ഇരുന്നത് കൊണ്ടാണ് കുറ്റിപ്പുഴയോട് ഇങ്ങനെ തോന്നിയത്. M.N. വിജയനാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. ഇത്രയും ദീർഘമായ യാത്ര, പ്രവാസ ജീവിതം, ഇതിനിടയിൽ നാടുമായിട്ടുള്ളൊരു ഉക്കിൽക്കുടി ബന്ധം എങ്ങനെ നിലനിർത്തി? അത് പ്രവാസ ജീവിതം, എനിക്കത് വളരെ ബ്രോഡായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ഇപ്പോഴും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രവാസം എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മൾ പ്രവാസം എന്ന് പറയുന്നത്, ഒറിജിനലി പ്രവാസം ഉദ്ദേശിക്കുന്നത് ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന, അതായത് ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം, ഭൂകമ്പം, അങ്ങനെയുള്ള ഇതുണ്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതാണ് പ്രവാസം. അതല്ല കുടിയേറ്റം പ്രവാസം വ്യത്യാസമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രവാസി എന്നുള്ളത്. അത് പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ അവാർഡ് വരെ ഉണ്ടല്ലോ, പ്രവാസി സമ്മാൻ. അതെ,
സാറേ, ഞാൻ അവസാനോട് ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും ലോകരാജ്യങ്ങൾ കണ്ട ഒരു മനുഷ്യൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട്, നമ്മൾ പഠിച്ച് ഒരു കാലത്ത് നാം പഠിച്ച വിദ്യാലയത്തിൽ ഇന്ന് പഠിക്കുന്ന ഈ തലമുറയോട് പറയാനുള്ള വാക്കെന്താണ്? അതായത് നാളെ അവരൊരു വിശ്വപൗരന്മാരായി തീരാൻ അവരെന്താണ് ആർജിക്കേണ്ടത് ഈ പ്രായത്തിൽ? സാർ അന്ന് ഗ്ലോബിൽ നോക്കി കണ്ട ലോകം പോലെ അവരെന്താ ആർജിക്കണം? അപ്പം അത് പറയുമ്പോൾ യാത്രകൾ നമ്മളെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം ഒന്നും അറിയണം. കാരണം യാത്രകൾ എന്നെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് യാത്രകൾ എനിക്ക് തന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, പഠിപ്പിച്ചെന്ന കാര്യം സിംപ്ലിസിറ്റിയാണ്. നമ്മൾ എത്രമാത്രം ലാളിത്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് യാത്രകളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നോൺ സ്റ്റോപ്പ് യാത്രയാണ്. 2 ആഴ്ച ഒരേ സമയത്ത് സ്ഥലത്ത് താമസിച്ചത് ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് കൊണ്ട് വന്നപ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ക്യാരി ഓണും ഉണ്ട്, ഒരു ബാക്ക് പാക്കും ഉണ്ട്. അത് മതി എനിക്ക് ജീവിക്കാൻ. ഇപ്പോൾ എത്ര കുറച്ച് വിഭവങ്ങൾ, റിസോഴ്സസ് മതി നമുക്ക് ജീവിക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന യാത്രയാണ്. അതുപോലെ തന്നെ നമ്മൾ തുറന്ന മനസ്സോടെ യാത്ര ചെയ്യുക. നമ്മൾ നേരത്തെയുള്ള മുൻവിധികൾ, പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് തുറന്ന മനസ്സുള്ളപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ വലിയ മഹാസംഭവം എന്നാണ്. ഒന്നുമല്ല, അത് ലോകം കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ശ്രീ ബെന്യാമിനൊക്കെ ഇപ്പോൾ ഉള്ള യാത്രകളാണ് എഴുത്തുകാരനാക്കുന്നത്. അതിന് മുമ്പേ എഴുതുമായിരുന്നു. എഴുത്തിലേക്ക് കടന്നു. ഈ എഴുത്തിൽ ബാല്യകാല സ്മരണകളാണോ, അതോ ജീവിത യാത്രകളാണോ, അതോ മനുഷ്യാനുഭവങ്ങളാണോ? ഈ ബാല്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ മനുഷ്യാനുഭവങ്ങളാണ്. ഏതാണ് എഴുത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക? എൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം നിലാവ് പൊഴിയുന്ന ശബ്ദം, അത് 95 DC പബ്ലിഷ് ചെയ്തതാണ്. അതെ, അതിനകത്ത് 3 കഥകളുണ്ട്. കഥ മാസികയ്ക്കകത്തും കലാകൗമുദിയിലും പിന്നെ വേറെ മൂന്നാമത്തെ ഇവിടെ വന്ന് ഓർക്കുന്നില്ലേ, ആ 3 കഥകളുണ്ട്. കണ്ണനാവഴിയിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. കണ്ണനാവഴിയെ പറ്റി പറയുന്നുണ്ട്, പുഞ്ചയുണ്ട്, പൂത്തുച്ചെറിയുണ്ട്, ഒക്കെ കഥയ്ക്കകത്തുണ്ട്. അപ്പോൾ അന്നത്തേത് നമ്മുടെ എഴുത്തൊക്കെ ആ കഥ നമ്മുടെ ഭൂതകാലം, ഗ്രാമജീവിതം സ്വാധീനിച്ചിട്ടുള്ളതാണ്. പിന്നെ എഴുതിയതൊക്കെ എൻ്റെ നോവല് സ്വപ്നഭൂമി എന്ന് പറയുന്ന നോവല് അമേരിക്കൻ ബേസ്ഡ് ആണ്. അമേരിക്കയിലുള്ള ഒരു മലയാളി ഫാമിലി കടന്നു പോകുന്ന സംഘർഷങ്ങളാണ് അതിനകത്ത്. പിന്നെ 4ാമത്തെ പുസ്തകം, ആദ്യത്തെ പുസ്തകം ഇതിഹാസങ്ങളുടെ മണ്ണിൽ, അത് യാത്രാ വിവരണം, ഗ്രീസിൽ പോയതിനെ പറ്റി. അത് 1991 ഞാൻ ഗ്രീസിൽ പോയത്. അത് ഇതുപോലെ തന്നെ ഒളിമ്പിക് എയർവേസ് ആണ് സ്പോൺസർ ചെയ്തിരുന്നത്. അത് മാതൃഭൂമിക്ക് അത് സീരിയലൈസ് ചെയ്ത് വന്നതാണ്. മാതൃഭൂമി വീക്കിലിയിൽ കണ്ടശായിട്ട് വന്നതാണ് 92-93 ഇതിഹാസങ്ങളുടെ മണ്ണിൽ. അതാണ് ആദ്യത്തെ പുസ്തകം. 2ാമത്തെ പുസ്തകമാണ് ഈ ചെറുകഥാ സമാഹാരം. 3ാമത്തെ നോവല്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷിലെ നോവൽ എഴുതി, 2000 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം നീണ്ട ഒരു ഗ്യാപ്പായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ലോ പ്രാക്ടീസ് തുടങ്ങിയത് വളരെ ബിസിയായിരുന്നു ഞാൻ. അതുകൊണ്ട് വേറെ ഒന്നിനും സമയം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 10-14 വർഷം കഴിഞ്ഞാണ് പിന്നെ അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ള 11 കഥകളുടെ സമാഹാരമാണ് ഹണ്ടിങ്ടൺ താഴ്വരയിലെ സന്യാസിക്കിളി. അതെല്ലാം അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ള കഥകളാണ്. 2-3 കഥയ്ക്കകത്ത് മലയാളി ക്യാരക്ടേഴ്സ് ഉണ്ട്, ബാക്കിയെല്ലാം അമേരിക്കൻസ് തന്നെ. അതിൻ്റെ 2-3-4 കഥകൾ എൻ്റെ വക്കീൽ അനുഭവങ്ങളാണ്. അത് ശരിക്കുള്ള സംഭവങ്ങൾ ഒരല്പം കൂടെ അതിഭാവത്വം കലർത്തി കഥയാക്കി എടുത്താണ്. അതാണ് അവസാനമായിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞതിൻ്റെ ബാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞുങ്ങളോടും മുതിർന്നവരോടും എല്ലാം, നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആ ബേസിക് സൗകര്യങ്ങൾ വേണം, പക്ഷേ അല്ലാതെ പൈസ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി മാറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുകയാണ്. അതും തുറന്ന മനസ്സോടെ ട്രാവൽ ചെയ്യണം. അതായത് 5 സ്റ്റാർ ടൂറിസ്റ്റായിട്ടല്ല, ഒരു സാധാരണക്കാരോട് സംബന്ധിച്ച് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിലില്ല. പഴയ മാർക്കോ പോളിയും ബെത്തൂത്തയൊക്കെ പോലെയുള്ള യാത്രകൾ, അത് അങ്ങനെയും പറയാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സാർ നേരത്തെ പറഞ്ഞു, ജീവിതത്തെ നമ്മൾ വല്ലാതെ മാറ്റിക്കളയും, ജീവിതത്തിന്റെ ചിന്തകളെ മാറ്റിക്കളയും യാത്രകളെന്ന്. ഇത്ര കാലത്തെ യാത്രയും ഇത്ര കാലത്തെ പ്രവാസവും ഇത്രയും ജീവിതാനുഭവങ്ങളും വെച്ചുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് ജീവിതം? പറഞ്ഞു തുടങ്ങിയ ആത്മീയതയെ കുറിച്ചാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. അതായത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇൻഡിവിജ്വൽ അനുഭവങ്ങളാണ്. കാരണം ഒരു പൂവിനെ നമ്മൾ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളായിരിക്കില്ല താങ്കളുടെ മനസ്സിലുണ്ടാകുന്നത്. ഇത് തന്നെയാണ് ജീവിതത്തിൽ എല്ലായിടത്തും ഇത് ബാധകമാണ്. താങ്കൾ പുസ്തകം വായിക്കുകയാണ്, ഒരു പുസ്തകത്തിനകത്ത് ഒരു വരിയുണ്ടെന്ന് വെച്ചു, വേലക്കാരൻ കാപ്പിയുമായി വരുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കാണുന്ന വേലക്കാരൻ ഓരോ രീതിയിലായിരിക്കും, ഓരോ പിക്ചറായിരിക്കും. ഇതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ ഈ പുറത്തുനിന്നുള്ള നമ്മൾ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പെർസെപ്ഷൻ ഈസ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. ഓടക്കുഴൽ ശൂന്യമാണ്, ഇതിലെ ശ്വാസമാണ് ഇതിൽ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അതന്നെ. അതായത് ഈ ഒരു ഇരുമ്പ് ദണ്ഡിനെ ഒരു കാന്തം കൊണ്ട് ഉരസിക്കഴിഞ്ഞാൽ ആ ഇരുമ്പ് ദണ്ട് കാന്തമായിട്ട് മാറും. നമുക്ക് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഇരുമ്പ് ദണ്ഡിനകത്തുള്ള
പാർട്ടിക്കിൾസ് എല്ലാം ഓൾറെഡി നേരത്തെ തന്നെ അത് മാഗ്നറ്റിക്കലി ചാർജ്ഡ് ആണ്. പക്ഷെ അത് നോർത്ത് സൗത്ത് ഓറിയൻറ്റേഷനിലല്ല ഇരിക്കുന്നത്. ഈ ഒരു കാന്തം കൊണ്ട് അതിനെ തടവുമ്പോൾ അത് നോർത്ത് സൗത്ത് ഓറിയൻറ്റേഷൻ ശരിയാണ്, ആ ദിശാബോധം വരികയാണ് അതിന്, അങ്ങനെ അത് കാന്തമായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ മുഴുക്കെ നമ്മളെ അതുപോലെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഓറിയൻറ്റഡ് അല്ലാത്ത എല്ലാ ഘടകങ്ങളും ഓറിയൻറ്റഡ് ആകുകയാണ്. അതുവഴി നമ്മൾ മാറി ഒരു വേറെ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. എൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണിത്. കാരണം ഈ പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ എങ്ങനെ അത് എടുക്കുമെന്നുള്ളത് നമ്മുടെ ചോയ്സാണത്, അല്ലേ? അത് തന്നെ. അപ്പോൾ സാർ, എത്രയും അർത്ഥവത്തായ ഒരു ജീവിതം താങ്ക് യു. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, ശരി, ഓക്കെ. ഈ കൈ വീശുന്ന കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഇതുപോലൊരിക്കൽ അഭിമാനത്തോടെ ഈ കവാടം കടന്ന് എത്തേണ്ടവർ. അവർക്ക് വിജയാശംസകൾ.